അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് അവരുടെ മതപഠനം, അവരിവിടെ എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, അവൻ്റെ ജീവിതത്തിലുള്ള കൃത്യനിഷ്ഠത എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് മദ്രസകൾ. ഈ മദ്രസകളെ ചൊല്ലി പലരും തർക്കങ്ങൾ ഉന്നയിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇവിടെ ഒറ്റക്കെട്ടായി ഇത്തരം ദുഷിച്ച ചിന്താഗതികളെ, വാദങ്ങളെ എതിർക്കുന്നതിന് പകരം പരസ്പരം ഇവിടെ അടിയും പിടിയും കച്ചറയും കൂടി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വന്തം സമൂഹത്തിൽ മാത്രമല്ല, സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകളെ തന്നെ അവർ ഒരാൾ മറ്റാളേക്കാൾ വലുതാണെന്ന തോന്നലിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേക്കുന്ന ഒരു സാഹചര്യം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദീനിൻ്റെ കാര്യങ്ങൾ പറയേണ്ട പണ്ഡിതന്മാരെ കൂച്ചുവിലം കിട്ടിട്ട് ഈ വെറും ഭൗതികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില അർദ്ധവഹാബികൾ, അവർ മുമ്പത്തേക്കാളേറെ ശക്തമായിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. ആർക്കെതിരെയാണിത് ഈ ചെയ്യുന്നതെന്ന് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ഒന്നും അറിയാത്ത ആളുകൾ മതവിധി പറയാൻ തിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? എനിക്ക് ഒന്നും അറിയില്ല എന്ന് അറിയലൊരറിവാണല്ലോ. അതും അറിയാത്തവന് ജഹ്ല് മുറക്കബ് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജഹ്ല് മുറക്കാബാകണോ? ഈ ന്യൂനപക്ഷമായ ഒരു വഹാബി പ്രസ്ഥാനത്തിനെ പേടിച്ചുകൊണ്ട് എന്തിനാണ് സുന്നി സമൂഹത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്നവർ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ്? പരസ്പരം ആദരിക്കേണ്ടവരെ അനാദരിച്ചുകൊണ്ട് ഇവിടെ ഛിദ്രതയുണ്ടാക്കുന്നതിൻ്റെ ഒക്കെ കാരണം വഹാബികളാണ്. കാരണം അവർക്ക് ആദരവും ആരാധനയും തിരിച്ചറിയില്ല. അങ്ങനെ ആരെങ്കിലും ആദരിച്ചാൽ അത് ആരാധനയാണെന്ന് വരുത്തി തീർക്കുകയും അതുമാത്രമല്ല, ലോകത്തുനിന്ന് നിലനിൽക്കുന്ന സകല ആദരണീയരും ആദരവിൻ്റെ പേരിൽ അവർ ജാതിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവർ. ഷിർക്ക് മുശ്രിക്കാണ്. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കാണ്. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളായ സുന്നികളുടെ പള്ളികൾ നിസ്കരിക്കാൻ കൊള്ളത്തില്ല എന്നപോലെ അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല, പൂജാരികളെ പോലെയാണെന്നൊക്കെ ഫത്വ ഇറക്കുന്നത് ഏതോ തിരിയാത്ത ഭാഷയിലെ അറബിയിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ അല്ല, തലയെക്കെട്ട് കിട്ടിയ വലിയ തലപ്പാവൊക്കെ ധരിച്ച് താടി വളർത്തി നരച്ച് കുയ്യിലേക്ക് കാൽ നീട്ടിയ ചുവലി അബ്ദുള്ള മൗലവിയെ പോലത്തവരാണ് ഇങ്ങനത്തെ ഫത്വ ഇറക്കുന്നതെങ്കിൽ ഇത് ഇവരെ പൊതുവിലുള്ള എല്ലാവരുടെയും വിശ്വാസമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാവരും വിശ്വാസമാണ് ഇവിടെയുള്ള സുന്നികൾ മുഴുവനും മുശ്രിക്കാണ്, മുസ്ലിം അല്ല എന്നുള്ളത്. ഞാൻ പറയുന്ന പോലെ അവർ സംവാദം നടത്തുന്നത് നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്താനും മുശ്രിക്കാണെന്ന് തെളിയിക്കും എന്ന് സ്ഥിരപ്പെടുത്താനാണ് അവരിവിടെ സംവാദത്തിനൊക്കെ ഒരുങ്ങി വരല്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇ.കെ. ഹസൻ മുസ്ലിയാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹം മുമ്പൊരു മുസ്ലിം അല്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഇ.കെ. ഹസൻ മുസ്ലിയാർ മുസ്ലിം അല്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഇത് തന്നെയാണ് അദ്ദേഹം പഠിപ്പിച്ചതും. ബദരീങ്ങളെ കാക്കണമെന്നൊരാൾ പറഞ്ഞു പോയാൽ അവൻ ജാതിയിൽ നിന്ന് പുറത്തായി മുശ്രിക്കായി എന്നാണ്. എന്നപോലെ അദൃശ്യമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചാലൊക്കെ മുശ്രിക്കായി, ജാതിയിൽ നിന്ന് പുറത്തുപോയി. ഒരാൾക്ക് എന്തോ ഒരു സിദ്ധിയുണ്ട്, എന്തോ ഒരു കഴിവുണ്ട്. അപ്പം ആ കഴിവ് പ്രകാരം അവനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇവൻ ജാതിയിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ നിങ്ങളാലോചിക്കുക, ഒരു മാജിക്ക് കാണിക്കുന്ന ആൾ, ആ മാജിക്ക് കാണിക്കുന്ന ആളോട് ഒരു മാജിക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടാൽ ജാതിയിൽ നിന്ന് പുറത്തു പോകും. അവനെന്താ? അവൻ അദൃശ്യമായതല്ല, അദൃശ്യമായ മാർഗത്തിലൂടെ ഇവൻ ഗുണം പ്രതീക്ഷിക്കേണ്ടോ അവൻ്റെ അടുത്തുനിന്ന്. അപ്പം ഇങ്ങനെയൊക്കെ തോന്നിവാസങ്ങൾ എഴുതിയും പ്രചരിപ്പിച്ചും നിൽക്കുന്ന ഒരു സമൂഹത്തിനെ നമ്മളെ ആളുകളിൽപ്പെട്ട ചില ആളുകൾ അവരില്ലെങ്കിൽ നമ്മളിവിടെ ഒന്നുമല്ല കേട്ടോ. ഈ ന്യൂനപക്ഷമായ വഹാബികളില്ലെങ്കിൽ നമ്മളാകെ
ഇവിടെ എന്താവും, ആ കുട്ടിച്ചോറാകും, ഇവിടെ ആകെ നശിച്ചു പോകുമെന്ന് വിശ്വാസമുള്ള ആളുകളാണിപ്പോൾ പണ്ഡിതന്മാർക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഒരു കാലത്ത് അങ്ങനെ സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇവിടെ ആരായിരിക്കണം ഇവിടെ ദീനിനെ നിയന്ത്രിക്കേണ്ടത്? ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉലമാവും ഉമറാവും ഒന്നിച്ച് നീങ്ങിയത് കൊണ്ടാണ് ഇവിടെ സമൂഹം രക്ഷപ്പെട്ടത്. ഇവിടെ പണ്ഡിതന്മാർ ബഹുമാനിക്കണമെന്നും തങ്ങന്മാർ ബഹുമാനിക്കണമെന്നും ഇവിടെ പഠിപ്പിച്ചത് ഇവിടുത്തെ മദ്രസ സമ്പ്രദായങ്ങളാണ്. ഒരു ഭാഗത്ത് മദ്രസകളെ അടച്ചു പൂട്ടണമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഈ വഹാബി പ്രസ്ഥാനം ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അവർ ജാതിന്ന് പുറത്താണ്, അവരെ സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടേണ്ട തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്പലം പോലെയാണ്. ഇനി ഒരു അവസരവാദം അവരുന്നയിക്കുകയാണെങ്കിൽ മുസ്ലിം പള്ളികളൊക്കെ അമ്പലമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൻ്റെ അടുത്ത് തെളിവുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പിൻകാലത്ത് ഇവരെ ഈ പ്രസംഗം എടുത്തിട്ട് ഇതൊക്കെ വാദിച്ചേക്കാം. ഇതൊക്കെ രേഖയായിട്ട് കിടക്കുകയാണല്ലോ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് ഇത് എന്നും നമ്മൾ മരിച്ചാലും ഇതിവിടെ രേഖയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവരിവിടെ ഈ തുറന്നു വിട്ടിരിക്കുന്ന ഭൂതം, ഈ വഹാബി ഭൂതം, ഇത് ഈമാനിൻ്റെ അടിത്തറ തന്നെ നശിപ്പിക്കുന്ന, മറ്റേ ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാണ് ഈ വഹാബികളെന്നും അവരെ പണ്ഡിതന്മാരാണെന്ന് അറിയപ്പെടുന്നവർ മുൻഗാമികളൊക്കെ എന്താണ് ജൂതപ്പണി എടുത്തവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ സംഘമാണ് ഇവിടെ മുസ്ലിമീങ്ങളുടെ ഐക്യം തകർക്കാൻ വേണ്ടി, സുന്നികളുടെ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ട് സംഘടനയുടെ ഉള്ളിലേക്ക് എത്തി നോക്കുന്നത്. ഇത് ഗ്രൗണ്ടിനുള്ളിലുള്ളവരൊന്നുമല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. ഇത് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഗാലറിയിൽ നിന്ന് കളി കാണുന്നവരൊന്നുമല്ല. ഇത് ഗാലറിയിൽ, ഇത് ഉള്ളിൽ കയറിയ വഞ്ചതലാണ്. വഹാബി പറയുന്ന വഞ്ചതലാണ്. അതാണ് ഈ വാഫിയ സംവിധാനങ്ങളിലൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അതാണല്ലോ ഇവിടെ തഫ്സീർ അല്ലാത്ത ഈ സ്വയം ഗവേഷണം ചെയ്യാൻ അർഹത ഉണ്ട് എന്ന് പഠിപ്പിക്കുമ്പം ഗവേഷണത്തിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു പോയി. നമുക്ക് ഇവിടുന്ന് ഗവേഷണം ചെയ്യാനാണ് മുജ്തഹിദീങ്ങളായ ഗവേഷണയോഗ്യരായ ഇമാമികൾ 10 ലക്ഷം ഹദീസൊക്കെ മനപ്പാടുള്ള ഇമാമികളോട് ക്രോഡീകരിച്ച നിയമങ്ങളാണ് കേട്ടോ നമ്മൾക്ക് നിയമം എന്നിവിടെയുള്ള സർവ്വ സുന്നികളും പറയുമ്പം ഈ 1-2 ആൾക്കാർ ഈ ബൗദ്ധ്യത്തിൻ്റെ പേരിൽ അവർ ഉന്നതിയിലെത്തിയണമെന്ന് മനസ്സിലാക്കിയാണ്ട് അതിന് അനുസരിച്ച് വഹാബികൾ ചെയ്യുന്നത് പോലെ എല്ലാ സംഗതികളും ഇങ്ങോട്ടെന്താക്കി ഒരുക്കൂട്ടിക്കാണ്ട് നമ്മളെ മതത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ദീന് പൊളിക്കാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത് കാര്യബോധമുള്ള പണ്ഡിതന്മാർ, പഴയ ആലിമീങ്ങൾ, സമസ്തയിൽപ്പെട്ട പഴയ ആലിമീങ്ങൾ 40 അംഗ മുഷാവറ അംഗങ്ങളും അതിനെതിരായിട്ട് ശബ്ദമുയർത്തിയെങ്കിൽ ചിലർ വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ ചിലർ വ്യക്തമല്ലാതെ അതിനൊക്കെ ആക്ഷേപിച്ചെങ്കിൽ, എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു കച്ചറയും പിന്നെയും ഗ്രൂപ്പാകാൻ വേണ്ടിയുള്ള ഓരോ സംവിധാനം. അപ്പോൾ ഇതൊക്കെ തുടങ്ങി വെച്ചത് ഈ വാഫിയ സംവിധാനത്തിൻ്റെ അതിലൂടെ വന്ന ഈ വഞ്ചതിൽ, പിന്നെ വഹാബീസത്തിൻ്റെ ഈ അടിത്തറ ഇങ്ങനെ കയറി പട്ടാളപ്പള്ളി, മുയ്യുദ്ദീൻ പള്ളി ഇങ്ങനെയുള്ള പള്ളികളൊക്കെ പിടിച്ചടക്കിയതുപോലെ ഈ സ്ഥാപനങ്ങളൊക്കെ ഈ പിടിച്ചടക്കാൻ വേണ്ടി, അതിനുവേണ്ടി ഈ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സുന്നി മാലിന്യ ഫെഡറേഷൻ ഇങ്ങനെ ഓരോ സംഘടനൻ്റെ മേലെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആ സംഘടനൻ്റെ ആളുകളൊക്കെ എന്താണ് ഈ വഹാബിസത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി ഇങ്ങനെ മാറിക്കാണ്ട് അതിലേക്ക് തിരിയാനുള്ളൊരു സാഹചര്യം അപ്പം വന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ വിമർശിക്കേണ്ട വിഷയം തന്നെയാണെന്നും എല്ലാ സുന്നികളും ഇതിൽ ഒറ്റക്കെട്ടാവണമെന്നും ഗാലറിയിലിരുന്നവരും അല്ലാത്തവരും ഒക്കെ ഇതിൽ ഒറ്റക്കെട്ടാണ്. സുന്നി ആശയം ഇവിടെ തകരാൻ പറ്റില്ല. ഇവിടെ സമസ്ത രൂപീകരിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മുജാഹിദുകളെയും കള്ളത്തരീഖത്ത് അലവലാദികളൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ ലക്ഷ്യത്തിലാണ് ഇവിടെയുള്ള സുന്നി സംഘടനകൾ, സമസ്താനാവട്ടെ ദക്ഷിണാവട്ടെ, ഇവിടെ ഒരു രൂപീകരണം എന്തിനു വേണ്ടിയിട്ടാണ്? സമസ്തൻ്റെ അതേ ആശയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് ഇതിൽ മുഖം നോക്കാതെ, കുരുത്തക്കേടൊന്നും നോക്കാതെ എന്ത് ചെയ്യണം, നമ്മളെ ആശയം മുറുകെ പിടിച്ചിട്ട് ഇവിടെ ഇനിയും ഒരു ചോരപ്പുഴ ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിന് എല്ലാ ചെറുപ്പക്കാരും, എല്ലാ പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ പക്വതയുള്ളവരാകണം. അതിന് പക്വതയുള്ള പ്രസംഗങ്ങളും ഈ ഉപദേശങ്ങളും അത് ആരാണ് പറയുന്നത് നോക്കണ്ട, നമ്മളതൊക്കെ ഉൾക്കൊണ്ടുകാണ്ട് നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകാണ്ട് ഇവിടെ എന്താണ് ഈ രാഷ്ട്രീയത്തിനല്ല മുൻഗണന കൊടുക്കേണ്ടത്, മതത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. മതം കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനുള്ളത് എന്നല്ലേ. മതം അങ്ങനെയല്ലല്ലോ. നമ്മൾ ആഹ്റം രക്ഷപ്പെടണ്ടേ, അതിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ മതം.
ഇവിടെ മതം പഠിപ്പിക്കണതിനാണ് മതം ഇവിടെ ദീനിയായിട്ട് വളർന്ന് ഈമാനോട് കൂടെ നല്ല ആൾക്ക് മരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മതം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ മതനിയമങ്ങൾ പറയുമ്പം അത് എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവനോട് പോടാന്ന് പറയാം. അവന് ഈ എന്ത് ചെയ്യണം, അവനെ അടിച്ചാട്ടി വിടണം. ആ ഭാഗത്തേക്ക് പിന്നെ അവന് കടക്കാനയക്കരുത്. ഈ വഹാബി മൂരാച്ചികളുണ്ടല്ലോ, ഈ സംഘടനയിലേക്ക് വരുന്നുണ്ട് വഹാബി മൂരാച്ചികളെ ബഹിഷ്കരിക്കണം, ഒന്നും അല്ലാതാക്കണം. കാരണം എന്താ, അവരെ ഇവിടെ നിന്ന് കെട്ടിക്കണം. കാരണം നമ്മളൊന്നും മുസ്ലിമീങ്ങളല്ലാന്നാണ് ഇവിടെ വാദിക്കുന്നത്. ഇത് നമ്മൾ മാത്രമല്ല, ഹിന്ദുക്കൾക്ക് വരെ ബോധ്യപ്പെട്ടല്ലോ. ഇവിടെ സംവാദം ഉണ്ടാക്കുന്നത് നിങ്ങൾ മുസ്ലിക്കാണെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞാണ്ടാ. എന്നിട്ട് ഇവിടെ തെളിയിക്കണത് എന്തുകൊണ്ടാണ്? ഇവരെ വാറോലകൾ കൊണ്ട്. എന്നാലേ അത് എന്തെങ്കിലും ആയോ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ പക്വമായിട്ട് ചിന്തിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കണം. ഇവിടെ എന്താണ്, സുന്നി ആധിപത്യമുള്ള ഭരണമാണ് ഇവിടെ, സുന്നി ആധിപത്യമുള്ള ഈ ഒരു അവസ്ഥയാണ് ഇവിടെ മുസ്ലിമുകളും ആഗ്രഹിക്കുന്നത്. എല്ലാ മുസ്ലിമുകളും ഇവിടെ ആഗ്രഹിക്കുന്നത് സുന്നി ആദർശത്തിനെയാണ്. വഹാബി ആദർശത്തിന് തീവ്രതയും വർഗീയതയും പരസ്പരം കൊല്ലലും ഇതൊക്കെ ഇവിടെ ഓരോ വീട്ടിൽ ചെന്നുകാണ്ട് മതം പ്രചരിപ്പിക്കലും അതുപോലെ തന്നെ ലഘുലേഖ കൊടുക്കലും തീവ്രപ്രസംഗം നടത്തരുതെന്ന് സുന്നികളല്ല ചെയ്യുന്നത്. സുന്നികൾക്ക് ഇവിടെ എന്താണ് പ്രചരണം, ഷിയാർ ഇവിടെ ബാങ്ക് കൊടുക്കൽ കൊണ്ട് തന്നെ, ഇവിടെ ദേവത്ത് ബാങ്ക് കൊടുക്കൽ കൊണ്ട് തന്നെ ഇവിടെ എന്തായിട്ടുണ്ട്, അവർ ദേവത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഓരോരുത്തരും ഒരു ബുക്കും കടലാസ് കൊടുത്തുകൊണ്ട് ഓരോ ഹിന്ദുക്കളെ പുരയിലും ചെന്നുകൊണ്ട് ഇവിടെ ലഘുലേഖ കൊടുത്തുകൊണ്ട് ഇസ്ലാമിക്ക് ക്ഷണിക്കാനൊന്നും ഒരാൾക്കും ഇവിടെ നിർബന്ധമല്ല, ഇവിടെ ബാധ്യതയില്ല. അപ്പം സത്യവും അസത്യവും ഒക്കെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. സത്യം വേണ്ടിയവർ കണ്ടുപിടിക്കും. അപ്പോൾ ഈ തീവ്ര വർഗീയവാദികൾ ഇവിടെ മതത്തിൽ കയറിക്കൂടിയിട്ട് സുന്നി സംഘടനകളെ തകർക്കുമ്പോൾ സുന്നി സമൂഹം ജാഗരൂകരാകണമെന്നും ഒറ്റക്കെട്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക. അള്ളാഹു നമുക്കൊക്കെ സത്യത്തിലായിട്ട് ജീവിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് ഈമാനോട് കൂടെ പുഞ്ചിരിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.